പള്ളുരുത്തി തങ്ങൾ നഗർ മുഹമ്മദ് പള്ളി ബഹലിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് പരിപാലന കേന്ദ്രം ആരംഭിച്ചു. പള്ളുരുത്തി തങ്ങൾ നഗർ മുസ്ലിം ജമാഅത്ത് മുഹമ്മദ് പള്ളി മഹലിന്റെ നേതൃത്വത്തിൽ പശ്ചിമോച്ചിയിൽ മയ്യത്ത് പരിപാലന കേന്ദ്രം ആരംഭിച്ചു. മഹല്ല് ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ പള്ളി ചീഫ് ഇമാം അൻസാർ മന്നാനിയുടെ പ്രാർത്ഥനയോടെയാണ് പരിപാലന കേന്ദ്രം പൊതുസമൂഹത്തിന് തുറന്നുകൊടുത്തത്. കൊച്ചു കൊച്ചു ഭവനങ്ങളിൽ തിങ്ങിത്താമസിക്കുന്ന ജനനിബിഡമായ ഈ മഹലിൽ ഇത്തരമൊരു കേന്ദ്രം സ്ഥാപിക്കുക എന്നത് ചിരകാല സ്വപ്നമായിരുന്നു. ഇനിയും ഓഡിറ്റോറിയം ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ ആരംഭിക്കുവാൻ മഹല്ല് കമ്മിറ്റി ശ്രമിക്കുകയാണെന്നും അതിനായി അംഗങ്ങളുടെ സഹകരണം ആവശ്യമാണെന്നും മഹല്ല് പ്രസിഡന്റ് VI മൊയ്തീൻ, സെക്രട്ടറി അബൂബക്കർ എന്നിവർ പറഞ്ഞു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പള്ളുരുത്തിയുടെ ഏറെക്കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഒരുപാട് കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശം നിന്നാണ് ഏറ്റവും വലിയ അംഗങ്ങൾ മഹല്ലിൽ മെമ്പർമാരായിട്ടുള്ള ഒരു മഹല്ലിൽ ചെറിയ ചെറിയ കുടുംബങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് ആളുകൾക്ക് മയ്യത്ത് പരിപാലനത്തിന് ഒരവസരം വേണമെന്നുള്ളത് ചിരകാല സ്വപ്നമായി അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും ഈ മഹല്ല് കമ്മിറ്റി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം തന്നെ ഇത്തരമൊരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടി ഒരുപാട് സംരംഭങ്ങൾ ഈ മഹല്ലിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്നും മഹല്ല് കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ടായി. ഏറ്റവും അനുഗ്രഹീതമായ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മയ്യത്ത് പരിപാലന രംഗത്ത് ഏറ്റവും വലിയ നല്ല ഒരു സഹായം നൽകുക എന്ന കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിൽ വന്നിരിക്കുന്നു. ഏറ്റവും നല്ല ഒരു തീരുമാനമായി അത് സ്വീകരിക്കട്ടെ പടച്ചതമ്പുരാൻ എന്ന് പ്രാർത്ഥിക്കുകകൂടി ചെയ്യുകയാണ്. കൂടാതെ ഈ കമ്മിറ്റിയുടെ അടുത്ത പദ്ധതിയായി നാം കാണുന്നത് ഈ പ്രദേശത്ത് ഒരു ഓഡിറ്റോറിയം തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. വളരെ കാലത്തെ ആഗ്രഹമാണ് ഒരു പള്ളുരുത്തി മഹലിൻ്റെ കീഴിൽ ഒരു ഓഡിറ്റോറിയം കൊണ്ടുവരിക എന്നുള്ളത്. അതുകൂടി സാക്ഷാത്കരിക്കുന്നതോടുകൂടി നാം ഒരുപാട് പദ്ധതികൾക്ക് മുന്നിൽ കാണുന്നുണ്ട്. എല്ലാം നമ്മൾ അതിവേഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മഹല്ല് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. രണ്ട് രീതിയിലുള്ള കട്ടിലുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയും. അതുമാത്രമല്ല, ആർക്കെങ്കിലും ഇവിടെ നിന്ന് ഈ മയ്യത്തിനെ കാണണം അല്ലെങ്കിൽ ദർശിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ആ ടേബിളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന വനിതകളാണ്, ഇപ്പോൾ സ്ത്രീകളാണ് മരിച്ചെങ്കിൽ അവരുടെ മയ്യത്ത് നമുക്ക് നമ്മൾ പ്രാർത്ഥന നടത്തുന്നതിനുള്ള ചെറിയ സൗകര്യം കൂടി നമ്മൾ ഇതോടൊപ്പം ഈ റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പശ്ചിമോച്ചിയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ഒരു പ്രൊജക്റ്റാണ് ഇത്. ഈ രീതിയിൽ ഒരു പൊതു സംവിധാനം പൊതു സമൂഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രയത്നിച്ച എല്ലാവർക്കും എല്ലാവിധ നന്മകളും അല്ലാഹുവിനുള്ള അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഭാരവാഹികളായ അബ്ദുൽ കയ്യൂം, ആഷിഖ് എന്നിവർ പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. കേന്ദ്രത്തിൽ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കുവാനും സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.